ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആവണിയോട് അകത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ആതിര പറഞ്ഞ കാര്യം എല്ലാവരോടും പറയുകയാണ്. കമല ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് മീര പറയുകയാണ്, അന്ന് ആതിര വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇതൊക്കെ. ഞാൻ അനഘയെ വിളിച്ചിരുന്നു, അവളും എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നെന്ന് മീര പറയുന്നു. ഇത് കേൾക്കുന്ന കമല പറയുകയാണ്, മാഷി ഇപ്പൊ തന്നെ ആതിരെ വിളിക്ക്, അല്ലെങ്കിൽ അനൂപെ നീയാണെങ്കിലും വിളിക്ക്. ഞാൻ എന്താണെങ്കിലും വിളിക്കില്ലെന്നും വിളിച്ചാൽ അതൊരു വഴക്കാകുമെന്നും അനൂപ് പറയുമ്പോൾ മാഷ് ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാ മാഷൊരു കാര്യം ചെയ്യ്, അർച്ചനെ തന്നെ വിളിക്ക്. ഇനി ആതിര എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, ആതിരയുടെ സ്വഭാവം വെച്ച് മിക്കവാറും അവൾ എന്തെങ്കിലും പ്രശ്നം അവിടെ ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. തുടർന്ന് മാഷ് അർച്ചനയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും എനിക്കല്പം ജോലിയുണ്ടെന്നും പറഞ്ഞ് അർച്ചന കോൾ കട്ട് ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സബ് ജയിലാണ്. ധനുഷിനെ കാണാനായി സച്ചിയും അർച്ചനയും ഡോക്ടർ സന്ധ്യയും കൂടി ചെന്നിരിക്കുകയാണ്. അവരെല്ലാവരെയും കണ്ടയുടൻ ധനുഷ് പറയുകയാണ്, ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ VIP ഗസ്റ്റ് ആണെന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാവരെയും മുഖാമുഖം ഒന്ന് കാണാനായി ഇരിക്കുകയായിരുന്നു ഞാൻ. നിനക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് ഞങ്ങൾ കരുതി. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ട് നീ ഇനി അങ്ങോട്ടേക്ക് എഴുന്നള്ളേണ്ട ഒരു കാര്യവുമില്ലെന്ന് സച്ചി പറയുന്നു. നിങ്ങൾ എന്താ കരുതിയത്, കല്യാണം മുടങ്ങി എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴേ കാര്യങ്ങൾക്കെല്ലാം ഒരു അവസാനമായിരുന്നു? എന്നാലേ അവസാനം എത്തിയിട്ടില്ല, അതൊരു ആന്റി ക്ലൈമാക്സ് മാത്രമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ശരിക്കും യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. ഡാ സച്ചി, നിനക്ക് ഈശ്വരൻ ആയുസ് നീട്ടി തന്നതുകൊണ്ട് മാത്രമാ നീ ഇപ്പോ ഇവിടെ നിൽക്കുന്നത്. ആ ഈശ്വരന്റെ പേരാടാ ധനുഷ് എന്ന് ധനുഷ് ഉറക്കെ പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാകും? അതിന് നിന്റെ പേര് ഷാഹിർ മുഹമ്മദ് എന്നല്ലേ? നീ ഇതിന്റെ അകത്തുനിന്ന് പലതും കണക്ക് കൂട്ടുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലേക്ക് വരും. എന്നെ സ്നേഹിച്ച് അവിടെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. പിന്നെ പ്രണയത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ നിൽക്കുന്ന സന്ധ്യ ഡോക്ടർക്ക് അത് നല്ലവണ്ണം മനസ്സിലാകും. എന്തെന്നാൽ അബ്ദുൾ ഖാദറുമായിട്ട് വിപ്ലവകരമായ പ്രണയമല്ലായിരുന്നോ എന്ന് ധനുഷ് ചോദിക്കുന്നു. പിന്നെ ഞാനും ആ അബ്ദുൾ ഖാദറിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവന്റെ മരണസമയത്ത് ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴേ ഞങ്ങൾ വണ്ടിയിലായിരുന്നു. അവൻ അവന്റെ വണ്ടിയിലും ഞാൻ അവനെ ഇടിപ്പിച്ച വണ്ടിയിലും. ഞാൻ തന്നെയാണ് അബ്ദുൾ ഖാദറിനെ കൊന്നതെന്ന് ധനുഷ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൂന്ന് പേരും. ഊണ് കഴിക്കാൻ വന്നവർക്ക് ബിരിയാണി കിട്ടിയതുപോലെയാണല്ലോ നിങ്ങളുടെ മൂന്ന് പേരുടെയും മുഖം ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്കാരെയും കൊല്ലാനും ഒരു മടിയുമില്ലെന്ന്. അതുകൊണ്ട് ഇതിൽ നിന്നും ഇറങ്ങി ഞാൻ എന്റെ വഴിക്ക് നടക്കുമ്പോഴേ ആ വഴിക്ക് വരാൻ നിൽക്കണ്ട മൂന്ന് പേരും. മൂന്നിനെയും കൊന്നു തള്ളാനും എനിക്ക് ഒരു മടിയുമില്ല. പിന്നെ ഈ ഷാഹിർ മുഹമ്മദിന്റെ പേരില് തെളിയാത്തതും തെളിയാവുന്നതുമായ ഒട്ടനവധി കേസുകൾ പല പല സ്റ്റേഷനുകളിലുണ്ട്. അതൊന്നും നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ കുത്തിപ്പൊക്കാനുമാകില്ല. പിന്നെ ഞാൻ ജയിലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ജീവപര്യന്തത്തിന്, അല്ലെങ്കിൽ തൂക്കുകയറിന്. അല്ലാതെ ഇതുപോലുള്ള ചീള് കേസുകൾക്ക് അകത്ത് കിടക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. തുടർന്ന് അർച്ചന പറയുകയാണ്, ഡോക്ടർ അബ്ദുൾ ഖാദറിന്റെ ആ കൊലപാതക രഹസ്യം നീ ഇപ്പൊ തുറന്നു പറഞ്ഞില്ലേ. ഇനി എന്താണെങ്കിലും നീ കഴിയാൻ പോകുന്നത് സെൻട്രൽ ജയിലിലായിരിക്കും. അല്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ വിധിക്കാനും മാത്രം കെൽപ്പുള്ള ഒരാൾ കൂടി ഇവിടെ പുറത്തുണ്ട്. എന്താണെങ്കിലും നീ ഇവിടുന്ന് പുറത്തേക്കിറങ്ങ്, എന്നിട്ടല്ലേ ബാക്കിയെന്ന് അർച്ചന പറയുമ്പോൾ ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുകയാണ് സന്ധ്യ. തുടർന്ന് സച്ചിയും അർച്ചനയും പുറത്തേക്ക് പോകുമ്പോൾ ധനുഷും അകത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന സന്ധ്യ മനസ്സിൽ പറയുകയാണ്, എന്റെ ഇക്കായെ എനിക്കൊന്ന് അവസാനമായി പോലും കാണാൻ സാധിച്ചില്ല. എന്താണെങ്കിലും ഇവനെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവൻ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ഇവനെ കൊല്ലുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മുറിയിലിരുന്ന് മദ്യപിക്കുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. അതേസമയം നന്ദൻ മുറിയിലേക്ക് വരികയാണ്. നന്ദനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സ്നേഹ. അങ്ങനെ സ്നേഹയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നന്ദൻ മദ്യത്തിന്റെ കുപ്പി കാണുന്നത്. സ്നേഹേ, നീ എന്ന് പറഞ്ഞ് നന്ദൻ സ്നേഹയെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഏട്ടാ. അതിനുവേണ്ടി എന്ത് പ്രശ്നമാ നിനക്കുള്ളതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഇവിടെ എല്ലാവരും മറന്നു തുടങ്ങിയ അതേ പ്രശ്നം തന്നെയാ എനിക്കുള്ളത്. എനിക്ക് വേണ്ടിയാണ് ധനുഷ് ജയിലിൽ കിടക്കുന്നത്. ആ കുറ്റബോധം കൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതുവരെ ഈ ശീലം തുടരാൻ തന്നെയാ എന്റെ പ്ലാൻ. ധനുഷ് എനിക്ക് വേണ്ടി ധനുഷിന്റെ ജീവിതം അവിടെ തീർക്കുമ്പോൾ ഞാനിവിടെ സ്വയം ഉരുകിത്തീരുന്നു, അത്ര തന്നെ. നന്ദേട്ടനല്ലേ പറഞ്ഞതൊരിക്കൽ എന്റെ എന്താഗ്രഹമുണ്ടെങ്കിലും അത് നടത്തിത്തരാമെന്ന്. എന്നാൽ ധനുഷിനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറക്കണം. എനിക്ക് നന്ദേട്ടനോട് അത് മാത്രമേ ആഗ്രഹമായി പറയാനുള്ളൂ. ഇത് കേൾക്കുന്ന നന്ദൻ ഞെട്ടലോടെ
സ്നേഹയെ നോക്കുകയാണ്. നമുക്ക് നാളെ സംസാരിക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ ഞാൻ ഫിറ്റൊന്നുമല്ലെന്നും ധനുഷില്ലാത്ത ഓരോ സമയവും ഞാനിവിടെ ഉരുകിത്തീരുകയാണെന്നും ഒരുപക്ഷെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്നും സ്നേഹ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്നേഹയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് നന്ദൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.